രേഷ്മ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫ്യൂ മൊമെന്റ്സ് വിത്ത് മീ. അപ്പോൾ ഇതെൻ്റെ മോനാണ്. പേരെന്താണ്? പേര് പറ. ധ്രുവരുൺ. ശ്രീകുട്ടനെന്ന് ഞങ്ങൾ വിളിക്കും. അപ്പോൾ ശ്രീകുട്ടൻ്റെ 4ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 1. ഡേ അല്ല, നാളെ വരുന്നത് അന്നായിരുന്നു. ഡേറ്റ് 15, ജൂലൈ 15. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ശ്രീകുട്ടന് ബർത്ത്ഡേക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് നോക്കാം അല്ലേ? നോക്കാം. കുറച്ച് ഗിഫ്റ്റുകൾ കുറച്ചേ ഉള്ളൂ, അത് നമുക്ക് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എന്നെക്കുറിച്ച് പറയാം. എൻ്റെ പേര് രേഷ്മ. എൻ്റെ വീട് വിതുരയാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ വീട് പോങ്ങുമൂട്, മാറനല്ലൂർ, കാട്ടാക്കട കഴിഞ്ഞിട്ട് മാറനല്ലൂരാണ് ഹസ്ബൻഡിൻ്റെ വീട്. എനിക്കൊരു മോനാണ്, ധ്രുവരുൺ. എത്ര പഠിക്കുന്നു പറഞ്ഞോട്? ഇപ്പൊ LKG ചേർത്തതേ ഉള്ളൂ, പക്ഷെ സ്കൂളൊന്നും തുറന്നില്ല. ഹസ്ബൻഡ് ക്ലർക്കാണ്, LD ക്ലർക്കാണ് നേമത്തെ സ്കൂളില്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത് വരും വീഡിയോയിലൂടെയൊക്കെ കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഉടുപ്പുള്ള നോക്കാം. എടുക്കുവാണേ. ഇത് ഞങ്ങൾ മേടിച്ചതാണ്. ഒരു ജുബയും. എനിക്ക് വൈറ്റ് പാൻറ് വാങ്ങിക്കണമെന്നായിരുന്നു, ജുബയുടെ കൂടെ വൈറ്റ് പാൻറ് വാങ്ങിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പോയിട്ട് കിട്ടിയില്ല. ഈ ക്രീം കളറാണ് കിട്ടിയത്. ജുബയും ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച് കളർ ജുബയും ക്രീം കളറ് പാൻസ്. അടുത്തത് ഒരു ബനിയൻ ക്ലോത്തിലുള്ളതാണ്, റെഡ് കളറ്. ഒരു റെഡ് കളർ ഒരു ബനിയനും അതിൻ്റെ തന്നെ ഒരു ലെഗിൻസ്, റെഡ് ലെഗിൻസ് പ്ലെയിൻ ആണ്. ഇതിൽ ഇവിടെ മാത്രം വർക്ക്. ഇതിൻ്റെ തന്നെ ഒരു യെല്ലോയും കൂടെ ഉണ്ട്. സൂപ്പർമാൻ എന്നാണ് പറയുന്നത് ശ്രീകുമാൻ. അപ്പൊ ഈ യെല്ലോ ഡ്രസ്സ് അവൻ ഇട്ടതാണ്, റെഡ് എടുത്തില്ല. ഇത് രണ്ടും ശ്രീകുട്ടന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാണ്, ഹസ്ബൻഡ് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാണ്. ഈ റെഡും ഈ യെല്ലോയും. അടുത്ത ഡ്രസ്സ് അത് ഒരു ബനിയൻ ക്ലോത്ത് തന്നെയാണ്. ഇതൊക്കെ ശ്രീകുട്ടനെ ഇച്ചിരി വലുതാണ് ഇടുമ്പോൾ. ഇതും യൂസ് ചെയ്തു. ഇതന്ന് ബർത്ത്ഡേയുടെ അന്ന് തന്നെ എടുത്തിട്ടതാണ്. അടുത്തത് ഒരു ഷർട്ടും ഒരു ജീൻസുമാണ്. എനിക്ക് തോന്നുന്നു ഈ ഷർട്ട് ചെറുതാണോ എന്നൊരു സംശയമുണ്ട്, പക്ഷെ ഇട്ട് നോക്കിയില്ല. പിന്നെ കുറച്ച് സ്ട്രെച്ചബിൾ ആണ്. പിന്നെ ഒരു ജീൻസ്. അടുത്ത ഒരു ഷൂസ് കിട്ടിയിട്ടുണ്ട്. ഇതും ഈ ഡ്രസ്സിൻ്റെ കൂടെ മേടിച്ചതാണ്. ഇതെൻ്റെ വല്യമ്മയും ചേച്ചിയും കൂടെ മേടിച്ചു കൊടുത്തതാണ് ഈ ഷൂസും അതും. പക്ഷേ ഷൂസ് ഇത്തിരി വലുതാണ് ശ്രീകുട്ടന്. അടുത്ത ഈ ഫിഷിംഗ് ഗെയിമാണ്. ഇത് MRP കൊടുത്തേക്കുന്നത് 899. എനിക്ക് തോന്നുന്നു അത്രയൊന്നും ഞങ്ങൾ കൊടുത്തില്ല. ഒരു 400 സംതിങ് എന്തോ ആണ് കിട്ടിയെന്ന് തോന്നുന്നു. ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ മേടിച്ചതാണ്. ഇത് ഫിഷിംഗ് ഗെയിമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതായത് ഇതിൽ 2 ചൂണ്ടയുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഇപ്പം ഇതിൽ ബാറ്ററി ഇട്ടിട്ടില്ല. ബാറ്ററി ഇടുമ്പോൾ ഇതിങ്ങനെ റൗണ്ടിന് മ്യൂസിക് കേൾക്കുകയും ചെയ്യും. ഇതിങ്ങനെ റൗണ്ടിന് കറങ്ങുമ്പോൾ ഈ മീനുകൾ ഇങ്ങനെ വാ തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വാ തുറക്കുമ്പോൾ നമ്മൾ ഈ ചൂണ്ടയിട്ട്, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വാ അടയ്ക്കുമ്പോൾ നമുക്കിതിങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്നത് ജയിക്കുന്ന അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഇഷ്ടപ്പെടും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 400 എത്ര രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത്. അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് ശ്രീകുട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ടെഡി. ഞാൻ 3 ഫീറ്റിൻ്റെയാണ് ഓർഡർ ചെയ്തത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. 600 സംതിങ് ആയി അപ്പോൾ മേടിച്ചപ്പോൾ. 3 ഫീറ്റിൻ്റെതാണ് ഞാൻ. പക്ഷേ ഈ കളറല്ല ഓർഡർ ചെയ്തത്, ഞാൻ ഓറഞ്ച് കളറാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇതാണ് വന്നത്. അപ്പോൾ ഇതാണ് അടുത്ത ഗിഫ്റ്റ്. ശ്രീകുട്ടൻ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് സർപ്രൈസ് വേണമെന്ന്. അപ്പോൾ സർപ്രൈസോട് കൂടി കിട്ടിയ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ലാസ്റ്റ് ഗിഫ്റ്റ്. കാണാം നമുക്ക്. അപ്പോൾ ഇതാണ് ശ്രീകുട്ടന് കിട്ടിയ വേറൊരു ഗിഫ്റ്റ്.
അപ്പൊ ഇത് ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശ്രീകുട്ടൻ എപ്പോഴും പറയുന്നത് സർപ്രൈസ് വേണം, സർപ്രൈസ് വേണം. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം ഈ കാറ് പോയി, ഇത് എൻ്റെ അച്ഛനും അമ്മയും മേടിച്ചതാണ്. ഞങ്ങള് തലേ ദിവസം ഈ കാറ് പാലോട് ഒരു കടയിൽ പോയി മേടിച്ചിട്ട് കാറിനകത്ത് തന്നെ വെച്ചിരുന്നു, എടുത്തില്ല. ബർത്ത്ഡേയുടെ അന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം ശ്രീകുട്ടന് സർപ്രൈസ് പോലെ കൊടുത്തതാണ് ഈ ഗിഫ്റ്റ്. ഇഷ്ടപ്പെട്ടോ? ശ്രീകുട്ടന് ഭയങ്കര സന്തോഷം, സർപ്രൈസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ശ്രീകുട്ടന്റെ 4ാമത്തെ ബർത്ത്ഡേക്ക് കിട്ടിയ കൊച്ചു കൊച്ചു ഗിഫ്റ്റുകള്. അപ്പൊ നമ്മൾ ഇന്ന് അതൊക്കെ കണ്ടു. ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.